HTML and CSS ബിഗിനർ ട്യൂട്ടോറിയൽ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ div ടാഗുകളെക്കുറിച്ചും സ്പാൻ ടാഗുകളെക്കുറിച്ചും ഒക്കെ പഠിച്ചു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾക്ക് CSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടൈപ്പ് സെലക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. അതെ, ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസസിനെ കുറിച്ചും ക്ലാസ് സെലക്ടറിനെ കുറിച്ചും ഐഡികളെക്കുറിച്ചും ID സെലക്ടറുകളെക്കുറിച്ചും പഠിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ div ടാഗുകളെ കുറിച്ച് കണ്ടല്ലോ. അതിൽ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോൾ സ്റ്റൈൽ ഷീറ്റിൽ div എന്ന എലമെന്റ് സെലക്ടർ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് വേണ്ട ഒരു divനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത് എന്നത് തന്നെയായിരുന്നു അവിടെ നമ്മൾ നേരിട്ട ഒരു പ്രധാന പ്രശ്നം. മറിച്ച് എല്ലാ div ടാഗുകളെയും അത് സ്റ്റൈൽ ചെയ്യുന്നു. അതിന്റെ ഒരു സൊല്യൂഷനാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ട് ടൈപ്പ് സെലക്ടേഴ്സിനെ കുറിച്ച് അറിയേണ്ടതായുണ്ട്. അതിലൊന്നാണ് ക്ലാസുകൾ, മറ്റൊന്നാണ് ഐഡികൾ. ഇനി എന്താണ് ക്ലാസുകൾ എന്ന് നോക്കാം. div എന്നാൽ ഇങ്ങനെ വെറുതെ അങ്ങ് യൂസ് ചെയ്യേണ്ടുന്ന ഒരു ടാഗ് അല്ല. div ടാഗിനകത്ത് എപ്പോഴും നമ്മൾ ക്ലാസ്, ID ഇവയൊക്കെ കൊടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം div ടാഗുകളെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ യൂസ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ രണ്ട് div ടാഗുകൾ ഉണ്ടല്ലോ. ഓരോ div ടാഗിനകത്തും ഓരോ പാരഗ്രാഫ് വീതവും ഉണ്ട്. ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നു. ഈ ആദ്യത്തെ div ടാഗിനകത്ത് ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നത്. ക്ലാസ് എന്നെഴുതി കോമ ഇട്ട ശേഷം ഡബിൾ കോട്ട്സിനകത്ത് ക്ലാസ് നെയിം ആഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ക്ലാസ് നെയിം? ക്ലാസ് നെയിം എന്നാൽ ഈ divന് നമ്മൾ കൊടുക്കുന്ന ഒരു നെയിം എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ വിചാരിക്കാം, ക്ലാസ് എന്നാൽ ഒരു കാറ്റഗറി പോലെയാണ്. എന്ന് വെച്ചാൽ ഒന്നിലധികം divകൾക്ക് സെയിം ക്ലാസ് യൂസ് ചെയ്യാം എന്ന്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ഈ divന്റെ ക്ലാസ് നെയിമായി നമ്മൾക്ക് സെക്ഷൻ ടോപ്പ് എന്ന് വിളിക്കാം. ഇതുപോലെ ഞാൻ അടുത്ത divലേക്ക് വന്ന് അവിടെ ഒരു ക്ലാസ് ആഡ് ചെയ്യുന്നു. ഇതിനെ നമ്മൾക്ക് സെക്ഷൻ ബോട്ടം എന്ന് വിളിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ക്ലാസ് നെയിം ആഡ് ചെയ്തത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്നാൽ കോഡ് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുമല്ലോ രണ്ടും രണ്ട് ടൈപ്പ് ഡിവിഷൻ ആണെന്ന്. ഇത് തന്നെയാണ് ക്ലാസിന്റെ പ്രധാന ഉപയോഗം. ഇപ്പോൾ നമ്മൾക്ക് രണ്ട് divകളെ വേർതിരിച്ച് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിളിക്കാൻ ഒരു പേരായി. ഇനി നമ്മൾക്ക് സ്റ്റൈൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. നമ്മൾക്ക് സെക്ഷൻ ടോപ്പ് എന്ന് വിളിച്ച divന് ലൈറ്റ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടും സെക്ഷൻ ബോട്ടം എന്ന് വിളിച്ച divന് ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടും വേണം എന്ന് വിചാരിക്കുക. അത് എങ്ങനെ ഇവിടെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. ക്ലാസുകളെ സെലക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലാസ് സെലക്ടേഴ്സ് ആണ്. ക്ലാസ് സെലക്ടേഴ്സ് പൊതുവെ CSSൽ ഇങ്ങനെയാണ് എഴുതുന്നത്. ഒരു ഡോട്ട് ഇടുക, എന്നിട്ട് ക്ലാസ് നെയിം എഴുതുക. അപ്പോൾ ഇവിടെ ഡോട്ട് സെക്ഷൻ ടോപ്പ് എന്ന് എഴുതിയാൽ നമ്മൾക്ക് ആദ്യത്തെ ക്ലാസ്സിനെ സെലക്ട് ചെയ്യാം. ഇനി ഇതിന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറും അതിനനുസരിച്ചുള്ള ഒരു ഫോണ്ട് കളറും സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ ഒരു div മാത്രം ആ സ്റ്റൈലായി മാറി. ഇനി ഇതുപോലെ നമ്മൾക്ക് അടുത്ത divനെ സ്റ്റൈൽ ചെയ്യാം. ഡോട്ട് സെക്ഷൻ ബോട്ടം എന്ന് എഴുതി ആ ക്ലാസ്സിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇതിന് ഞാൻ ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ടും അതിനനുസരിച്ചുള്ള ഒരു ഫോണ്ട് കളറും സെറ്റ് ചെയ്യുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ കാണാൻ വലിയൊരു ഭംഗിയില്ലാത്തതിനാൽ ഞാൻ ഈ സ്റ്റൈൽ തൽക്കാലം റിമൂവ് ചെയ്യുന്നു. ഈ സെലക്ടേഴ്സ് തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾക്ക് HTMLലേക്ക് വരാം. ഈ ക്ലാസുകൾ എന്നത് divന് മാത്രമേ കൊടുക്കാവൂ എന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഈ പാരഗ്രാഫ് ടാഗിനും ക്ലാസ് കൊടുക്കാം. ഇപ്പോൾ ഈ ആദ്യത്തെ divനകത്തെ പാരഗ്രാഫിനെ എനിക്ക് സ്റ്റൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ P ടാഗിനകത്ത് ഒരു ക്ലാസ് കൊടുക്കാം. ഞാൻ ഇതിനെ വെൽക്കം ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് സ്റ്റൈൽ ഷീറ്റിലേക്ക് പോകാം. ഇവിടെ ഞാൻ വെൽക്കം ടെക്സ്റ്റ് എന്ന ക്ലാസ്സിനെ സെലക്ട് ചെയ്യുന്നു. അതിനായി ഡോട്ട് വെൽക്കം ടെക്സ്റ്റ് എന്ന ക്ലാസ് സെലക്ടർ ഉപയോഗിക്കാം. ഞാനിവിടെ ഫോണ്ട് സൈസ് 30 പിക്സൽ ആക്കുന്നു. ഇപ്പോൾ നമ്മുടെ പേജിൽ ആ ഒരു പാരഗ്രാഫ് മാത്രം ഫോണ്ട് സൈസ് ചേഞ്ച് ആയല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, CSSന്റെ കാസ്കേഡിംഗ് പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. എങ്ങനെയെന്നല്ലേ? ഞാൻ ഈ ക്ലാസ് സെലക്ടർ എഴുതിയത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? നേരത്തെ നമ്മൾ പാരഗ്രാഫിന്റെ P ടാഗിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി എഴുതിയ ഈ CSS പാർട്ടിന്റെ തൊട്ട് താഴെയായാണ് ഞാൻ ഈ ക്ലാസ് സെലക്ടർ ഡിഫൈൻ ചെയ്ത് സ്റ്റൈൽ ചെയ്തത്. കൂടാതെ നമ്മളുടെ HTML ഫയൽ നോക്കിയാൽ അതിൽ ആദ്യം വരുന്നത് നമ്മളുടെ div ടാഗാണ്. ആ div ടാഗിനെ നമ്മൾ ഇപ്പോൾ സ്റ്റൈൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അതിന്റെ ഉള്ളിലാണല്ലോ ഈ പാരഗ്രാഫ് ടാഗ്. അതുകൊണ്ട് തന്നെ CSS ഫയലിലെ ആദ്യം വരുന്ന ഈ P സെലക്ടർ ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്ത സ്റ്റൈലൊക്കെ അതിൽ അപ്ലൈ ആവുന്നു. അഥവാ ഇവിടെ പറയുന്നു കളർ വൈറ്റ് എന്ന്. എന്നാൽ തൊട്ടടുത്ത ലൈനിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ക്ലാസ് സെലക്ടർ സെലക്ട് ചെയ്യുന്നത് ഇതേ പാരഗ്രാഫിനെയാണല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് സെലക്ടർ ഉപയോഗിച്ച് നമ്മൾക്ക് ആ P ടാഗിൽ ഡിഫൈൻ ചെയ്ത സ്റ്റൈലൊക്കെ ഓവർ റൈഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ P ടാഗിനകത്ത് കളർ വൈറ്റ് എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാനിവിടെ വെൽക്കം ടെക്സ്റ്റ് എന്ന ക്ലാസ് സ്റ്റൈൽ ചെയ്യുമ്പോൾ കളർ റെഡ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഔട്ട്പുട്ട് നോക്കൂ, ഈ റെഡ് ആണ് ഇവിടെ അപ്ലൈ ആവുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. HTMLലോട്ട് വരാം. ബ്രൗസർ ഈ പേജ് വായിക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യം ഈ div കാണുന്നു, പിന്നെ ഈ ക്ലാസ് ആയ സെക്ഷൻ ടോപ്പ് കാണുന്നു.
അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ പി ടാഗ് കാണുന്നു. അപ്പോൾ അതിനു പി ടാഗിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഉടനെ കാണുന്നത് വെൽക്കം ടെക്സ്റ്റ് എന്ന ക്ലാസിൻ്റെ ഡെഫിനിഷൻ ആണല്ലോ. അതുകൊണ്ട് പി ടാഗിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്തതിനെ ഓവർറൈഡ് ചെയ്തുകൊണ്ട്, അഥവാ അതിൻ്റെ മുകളിൽ കൂടി ഈ ക്ലാസിൻ്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനെ തന്നെയാണ് നമ്മൾ കാസ്കേഡിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി div p ഇവയെ മാത്രമല്ല, ഒരുവിധം ഏത് ടാഗിനെ വേണമെങ്കിലും നമ്മൾക്ക് ക്ലാസ് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാം. ഈ സ്പാൻ ടാഗിനെയും നമ്മൾക്ക് ക്ലാസ് ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ div ടാഗിനകത്തെ പാരഗ്രാഫിൽ 2 റാൻഡമായ സെന്റൻസുകളിൽ സ്പാൻ ടാഗ് കൊണ്ട് റാപ്പ് ചെയ്യുന്നു. ഇനി ആദ്യത്തെ സ്പാൻ ടാഗിനെ ഞാൻ റെഡ് ഹൈലൈറ്റ് എന്നും രണ്ടാമത്തെ സ്പാൻ ടാഗിൽ ഞാൻ ബ്ലാക്ക് ഹൈലൈറ്റ് എന്നും ക്ലാസുകൾ ഡിഫൈൻ ചെയ്യുന്നു. ഇനി നമ്മൾക്ക് സ്റ്റൈൽ ഷീറ്റ് നോക്കാം. ഇതിൽ ഞാൻ ആദ്യം റെഡ് ഹൈലൈറ്റ് എന്ന ക്ലാസിനെ സെലക്ട് ചെയ്യുന്നു. ഡോട്ട് റെഡ് ഹൈലൈറ്റ്. ഇതിന് നമ്മൾക്ക് റെഡ് ബാക്ക്ഗ്രൗണ്ടും അതിന് കോൺട്രാസ്റ്റിംഗ് ആയ ഒരു ഫോണ്ട് കളറും സെലക്ട് ചെയ്യാം. ഇനി ഇതുപോലെ ബ്ലാക്ക് ഹൈലൈറ്റ് എന്നതും സ്റ്റൈൽ ചെയ്യാം. ഡോട്ട് ബ്ലാക്ക് ഹൈലൈറ്റ്. ഇതിന് ഞാൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും വൈറ്റ് ടെക്സ്റ്റ് കളറും കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പേജ് നോക്കൂ. ആ സ്പാൻ കൊണ്ട് സെലക്ട് ചെയ്ത അവിടെ മാത്രം ഹൈലൈറ്റ് ആയത് കണ്ടില്ലേ? ക്ലാസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം ഇത് എത്ര തവണ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നതുകൂടിയാണ്. എനിക്കിപ്പോൾ ഒന്നിലധികം പാരഗ്രാഫ് ഈ റെഡ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആണ്. ഞാൻ ഇവിടെ മറ്റൊരു പാരഗ്രാഫ് കൂടി റെഡ് ഹൈലൈറ്റ് ക്ലാസ് ഉള്ള സ്പാൻ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലാസുകളെ കുറിച്ച് പഠിച്ചു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഡിവുകളെയും എലമെന്റുകളെയും വേർതിരിച്ച് സ്റ്റൈൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന മറ്റൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതാണ് ID എന്ന് പറയുന്നത്. ID ഉപയോഗിച്ച് നമ്മൾക്ക് ഇതുപോലെ തന്നെ ഓരോ ഡിവിനെയും സ്പെസിഫിക് ആയി സെലക്ട് ചെയ്യാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് ആയി ഡിഫൈൻ ചെയ്ത സെക്ഷൻ ടോപ്പ് എന്നതിനെയും സെക്ഷൻ ബോട്ടം എന്നതിനെയും ക്ലാസ് എന്നത് മാറ്റി ID എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ അതൊരു ID ആയി മാറി. ഇനി സ്റ്റൈൽ ഷീറ്റിൽ ഐഡികളെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നോക്കാം. ക്ലാസുകളെ നമ്മൾ സെലക്ട് ചെയ്തത് ഡോട്ട് ഉപയോഗിച്ച് ആണല്ലോ. എന്നാൽ ഐഡികളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ്. ഇവിടെ ഈ ഡോട്ട് മാറ്റി ഹാഷ്ടാഗ് ആക്കുന്നു. ഇനി ഞാൻ രണ്ടിനും ഓരോ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നു. ആദ്യത്തെ ഡിവിന് നമ്മൾക്ക് പിങ്ക് കളർ കൊടുക്കാം, രണ്ടാമത്തെ ഡിവിന് ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. ഇപ്പോൾ ആ സ്റ്റൈലൊക്കെ നേരത്തെ ഉണ്ടായതുപോലെ തന്നെ അപ്ലൈ ആയത് കണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ID എന്നാൽ യുണീക്ക് ആയിരിക്കണം എന്നതാണ്. അതായത് നേരത്തെ നമ്മൾ സ്പാൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ക്ലാസ് ഡിഫൈൻ ചെയ്തില്ലേ, അവിടെ നമ്മൾ ഒരേ ക്ലാസ് തന്നെ ഒന്നിലധികം തവണ ഉപയോഗിച്ച് ഒന്നിലധികം സെന്റൻസുകൾക്ക് സെയിം സ്റ്റൈൽ അപ്ലൈ ചെയ്തു. എന്നാൽ ID ഉപയോഗിച്ച് അത് നടക്കില്ല. ഒന്നിലധികം എലമെന്റുകൾക്ക് ഒരേ ID ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഈ ID കൊണ്ട് മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. എന്നാലും CSS ഉപയോഗിച്ച് സ്റ്റൈൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലത് എപ്പോഴും ക്ലാസുകൾ ഉപയോഗിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ഇതൊക്കെ ക്ലാസുകൾ ആക്കി തന്നെ മാറ്റാം. കാരണം ക്ലാസ് നമ്മൾക്ക് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു തവണയായാലും പ്രോബ്ലം ഇല്ല. എന്നാൽ ID അങ്ങനെ അല്ലാത്തത് കൊണ്ട് തന്നെ കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഏതായാലും നിങ്ങൾ ക്ലാസ് തന്നെ ഉപയോഗിച്ച് ശീലിക്കുക. ഈ വീഡിയോ ഏതായാലും നമ്മൾക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. എക്സൈറ്റിംഗ് ആയ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നതുവരേക്കും ദിസ് ഈസ് മീ നിവേദ് കന്നഡ സൈനിങ് ഓഫ്.